പച്ചപ്പിനാൽ ചുറ്റപ്പെട്ട ഒരു ചെറിയ ഗ്രാമം. ചുമരുകളൊന്നുമില്ലാത്ത വീടുകൾ, വയലുകളിൽ കളിക്കുന്ന കുട്ടികൾ, വൈകുന്നേരങ്ങളിൽ കിണറിന്റെ അരികിൽ വെള്ളം കൊണ്ടുപോകുന്ന സ്ത്രീകൾ. ഗ്രാമജീവിതത്തിന്റെ ലാളിത്യം. അതിൽ തന്നെയായിരുന്നു വിഷ്ണുവിന്റെ ബാല്യം. വിഷ്ണുവിന്റെ അച്ഛൻ ഗോവിന്ദൻ ഒരു കൂലിത്തൊഴിലാളിയായിരുന്നു. പുലർച്ചെ പോയി വൈകിട്ട് വരെ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നെങ്കിലും വീടിനുള്ളില് വിശപ്പ് മാറിയില്ല. കടക്കാരന്റെ വായിൽ കടം കെട്ടി നിന്നു. വിഷ്ണുവിനും അവന്റെ അമ്മയ്ക്കും വിശന്ന് ഉറങ്ങേണ്ട അവസ്ഥ വന്നു. ഒരു രാത്രി അവന്റെ കരച്ചിൽ കേട്ട് ഗോവിന്ദന്റെ മനസ്സ് തകർന്നു. അച്ഛ, എനിക്ക് വിശക്കുന്നു. ഉടനടി അവന്റെ അമ്മ ഗോവിന്ദനോട് ചോദിച്ചു, നമ്മളിനി എന്ത് ചെയ്യും? മകന്റെ കരച്ചിൽ കേട്ടപ്പോൾ ഗോവിന്ദന് വിഷമമായി. ഇനി ഒരു നേരമെങ്കിലും എന്റെ മകന്റെ വിശപ്പ് മാറ്റുവാൻ ഞാൻ ഇനി എന്ത് ചെയ്യും? അങ്ങനെ അടുത്ത ദിവസം നിരാശയുടെ നിഴലിൽ ഗോവിന്ദൻ ഗ്രാമത്തിലെ വലിയ വീട്ടിൽ കയറി. ഒരിക്കലെങ്കിലും എന്റെ മകന്റെ വയറു നിറയ്ക്കണം എന്നു കരുതി കുറച്ച് അരിയും പൊന്നും എടുത്തു. പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ, അവൻ ആ അരിയും പൊന്നും എടുത്ത് പുറത്തേക്ക് വന്നപ്പോൾ നാട്ടുകാർ കണ്ടു. കള്ളൻ കള്ളൻ എന്നൊരു നിലവിളി ഗ്രാമം മുഴുവൻ ഓടിക്കൂടി. ഗോവിന്ദനെ ഗ്രാമത്തിന്റെ നടുവിൽ പിടിച്ചുകെട്ടി. നമ്മുടെ ഗ്രാമത്തെ അപമാനിച്ചു, സ്വന്തം കുടുംബത്തെ പോലും വിൽക്കുന്ന മനുഷ്യൻ എന്ന് നാട്ടുകാർ പറഞ്ഞു. അന്ന് വിഷ്ണു ചെറിയ കുട്ടിയായിരുന്നു. ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് തന്റെ അച്ഛനെ കെട്ടിയിട്ട് അവഹേളിക്കുന്ന കാഴ്ച അവന്റെ മനസ്സിൽ വേദന നിറയിച്ചു. ആ രാത്രി നാണക്കേടും അപമാനവും സഹിക്കാനാവാതെ ഗോവിന്ദൻ ആത്മഹത്യ ചെയ്തു. ഗോവിന്ദൻ പോയെങ്കിലും കള്ളൻ എന്ന പേര് ഒരിക്കലും മായാതെ കിടന്നു. കള്ളന്റെ മകൻ എന്നായി പിന്നെ വിഷ്ണുവിന്റെ പേര്. കാലം കടന്നു. വിഷ്ണു പഠനത്തിൽ മികച്ചവനായി. പക്ഷെ ഗ്രാമക്കാർ അത് വിശ്വസിച്ചില്ല. കള്ളന്റെ മകൻ നല്ലവനാകില്ല എന്ന് ഗ്രാമക്കാർ പറഞ്ഞു. അവന് സ്കൂളിൽ ഒന്നാമനായി വന്നപ്പോൾ അധ്യാപകർ പോലും തലകുനിച്ചു. പിന്നീട് അവർ പോലും പതുക്കെ പറയാൻ തുടങ്ങി, അച്ഛനെ പോലെ ആകുമോ ഇനി മകനും? അങ്ങനെ അവന്റെ ജീവിതം മുന്നോട്ട് പോയി. ഒരു ദിവസം ഗ്രാമത്തിലെ സമ്പന്നന്റെ വീട്ടിൽ നിന്നും പൊന്നും പണവും കാണാതായി. തെളിവൊന്നുമില്ലെങ്കിലും വിരൽ നേരെ വിഷ്ണുവിലേക്ക് പോയി. അവന്റെ അച്ഛൻ ചെയ്തതുപോലെ മകനും ചെയ്തിട്ടുണ്ടാകുമെന്ന് ഗ്രാമക്കാർ വീണ്ടും പറഞ്ഞു. അങ്ങനെ ഗ്രാമക്കാർ വീണ്ടും അവനെ അച്ഛനെ ചെയ്തതുപോലെ തന്നെ നടുവിൽ പിടിച്ചുകെട്ടി. ഇവൻ തന്നെയാണ് കള്ളൻ എന്ന് പറഞ്ഞു. അവന്റെ അമ്മ ഇത് കണ്ടപ്പോൾ പൊട്ടിക്കരഞ്ഞു. വിഷ്ണുവും അതിനൊത്ത് നിലവിളിച്ചു. അവൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും മോഷ്ടിക്കുകയില്ല, ഞാൻ മോഷ്ടിച്ചിട്ടില്ല. പക്ഷെ നാട്ടുകാർ അത് വിശ്വസിച്ചില്ല. ഒടുവിൽ നാട്ടുകാർ വിധിയെഴുതി, നീ ഈ ഗ്രാമത്തിൽ നിന്ന് പോകണം, നീയാണ് ഇവിടെ മോഷ്ടിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ വിഷ്ണു ഏറെ വിഷമത്തോടു കൂടി തന്നെ ആ ഗ്രാമം വിട്ടു. അവൻ നേരെ നഗരത്തിലെത്തിയെങ്കിലും ആ അപമാനത്തിന്റെ അത് അവന്റെ മനസ്സിൽ നിന്ന് മാറാതെ നിന്നു. ചില ദിവസങ്ങളിൽ കൂലി ജോലികളും ഹോട്ടലിൽ പാത്രങ്ങൾ കഴുകല്, തെരുവിൽ കിടന്നുറങ്ങും. പക്ഷെ മനസ്സിന്റെ ഇരുട്ട് കൂടിക്കൂടി വന്നു. ഒരു രാത്രി ഹൃദയം പൊട്ടിക്കൊണ്ട് തന്നെ അവൻ ട്രെയിൻ സ്റ്റേഷനിലേക്ക് നടന്നു നീങ്ങി. എന്റെ അച്ഛന്റെ പോലെ തന്നെ എന്റെ കഥയും ഇതോടുകൂടി അവസാനിക്കട്ടെ എന്ന് അവൻ മനസ്സിൽ പറഞ്ഞു. അവൻ നേരെ തീവണ്ടിപ്പാളത്തിലേക്ക് ഇറങ്ങി കണ്ണുകൾ അടച്ചു. അപ്പോഴാണ് ഒരാളുടെ കൈ വിഷ്ണുവിന്റെ കയ്യിൽ മേൽ വന്ന് പിടിച്ചു വലിച്ചത്. ശേഷം അയാൾ ചോദിച്ചു, നീ എന്താണ് ചെയ്യുന്നത്? നിന്റെ ജീവൻ കളയരുത്. അത് മറ്റാരുമായിരുന്നില്ല,
സാധാരണ കുടുംബത്തിൽ ജനിച്ച് ജീവിച്ച ആനന്ദ് എന്ന് പറയുന്ന ഒരു യുവാവായിരുന്നു. വിഷ്ണുവിന്റെ കഥയെല്ലാം ആനന്ദിനോട് പറഞ്ഞു. വിഷ്ണുവിന്റെ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ആനന്ദ് പറഞ്ഞു, ഞാനും നിന്നെ പോലെ സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്നതാണ്. നീ ഇപ്പോൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ അമ്മയുടെ അവസ്ഥ നീ ഒന്ന് ചിന്തിക്കണം. അതുമാത്രമല്ല, നിന്നെ കുറ്റക്കാരനാക്കിയവർ അവർ വിജയിച്ച പോലെയാകുകയില്ലേ നീ ഇതുപോലെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ? ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. നീ നിന്നെ കുറ്റപ്പെടുത്തിയവരുടെ മുന്നിൽ വിജയിച്ചു കാണിക്കണം. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം കളക്ടർ ആകണം എന്നുള്ളതാണ്. നീയും പഠിക്കാൻ നല്ല മിടുക്കനല്ലേ? നീയും എന്റെ ഒപ്പം വന്നോളൂ, ഞാൻ നിന്നെ സഹായിക്കാം. ആനന്ദിന്റെ ഈ വാക്കുകൾ വിഷ്ണുവിന്റെ ജീവൻ തിരിച്ചു കൊണ്ടുവന്നു. അന്നു മുതൽ വിഷ്ണുവിന്റെ ജീവിതം മാറി. പകൽ അവൻ ചെറിയ ചെറിയ ജോലികളും മറ്റും ചെയ്തു. രാത്രിയിൽ ആനന്ദിനൊപ്പം ഇരുന്ന് പഠിക്കുവാൻ ഒരുങ്ങി. അവന്റെ അമ്മയുടെ കണ്ണുനീരോർത്ത് അവൻ രാവന്തിയോളം പഠിച്ചു. ജോലികളും മറ്റും കഴിഞ്ഞ് കിട്ടുന്ന സമയങ്ങളൊക്കെ അവൻ പഠിത്തത്തിന് വേണ്ടി മാറ്റിവെച്ചു. അവൻ അവന്റെ മനസ്സിൽ ഉറപ്പിച്ചു, ഞാൻ തെളിയിക്കും, ഞാൻ കള്ളന്റെ മകനല്ല എന്ന്, ഞാൻ സത്യത്തിന്റെ മകനാണ്. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. പരീക്ഷ ദിനമെത്തി. പരീക്ഷ ഹാളിലിരുന്ന് വിഷ്ണുവിന്റെ കൈകൾ വിറച്ചു. പക്ഷെ ഹൃദയത്തിൽ ഉറച്ചു നിന്നു, ഞാൻ തോറ്റു പോകരുത്. തോറ്റാൽ എന്റെ ഗ്രാമം ജയിക്കും. എന്റെ അച്ഛന്റെ ഓർമ്മ, എന്റെ അമ്മ തോറ്റുപോകൂ. അവൻ എഴുതി. ഓരോ വാക്കും ഓരോ വരിയും കണ്ണുനീർ പോലെ പേപ്പറിൽ പതിച്ചു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. അവന്റെ റിസൾട്ടിന്റെ ദിവസം വന്നു. റിസൾട്ട് അവൻ നോക്കാൻ നേരം അവന്റെ കണ്ണുകൾ നിറഞ്ഞു നിന്നു. ഒടുവിൽ വിഷ്ണു വിജയിച്ചു. ഗ്രാമം കള്ളനെന്ന് വിളിച്ച ബാലൻ ഇപ്പോൾ ഒരു IAS ഓഫീസർ ആയിരിക്കുകയാണ്. അവന്റെ അരികിൽ സഹോദരനായി നിന്ന അവന്റെ ഏറ്റവും അടുത്ത ആനന്ദും വിജയിച്ചു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഒരു വലിയ കാറിൽ വിഷ്ണു സ്വന്തം ഗ്രാമത്തിലേക്ക് വന്നു. അവനെ കണ്ടപ്പോൾ ജനക്കൂട്ടം ചുറ്റും കൂടി. അവൻ ഗ്രാമവാസികളോട് പറഞ്ഞു, എന്നെ നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ പണ്ട് കള്ളന്റെ മകൻ എന്ന് പറഞ്ഞ് നാട് കടത്തിയില്ലേ? വിഷ്ണുവാണ് ഞാൻ. അവന്റെ ഈ വാക്ക് കേട്ടപ്പോൾ ആരും തന്നെ തല ഉയർത്താതെ എല്ലാവരും തല കുനിച്ചു നിന്നുപോയി. ശേഷം വിഷ്ണു പറഞ്ഞു, നിങ്ങൾ എന്നെ കള്ളൻ എന്ന് വിളിച്ചു, എന്റെ അച്ഛനെയും. പക്ഷെ സത്യം തെളിഞ്ഞു. ഇനി ഒരിക്കലും തെളിവില്ലാതെ ആരെയും കള്ളനെന്ന് മുദ്ര കുത്തരുത്. ഞാനിപ്പോൾ വന്നത് എന്റെ നാടിനെ സേവിക്കാനാണ്. വിഷ്ണുവിന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ഗ്രാമവാസികൾ തലകുനിച്ച് അവിടെ നിന്നുപോയി. അപ്പോഴാണ് വർഷങ്ങൾക്ക് മുൻപ് നടന്ന മോഷണത്തിന്റെ യഥാർത്ഥ കുറ്റക്കാരൻ പിടിയിലായത്. അത് സമ്പന്നന്റെ സ്വന്തം ബന്ധുവായിരുന്നു. കടം മറയ്ക്കുവാനായിരുന്നു അദ്ദേഹം അത് ആ വീട്ടിൽ കയറി മോഷ്ടിച്ചത്. വിഷ്ണുവിന്റെ വാക്കുകൾ കേട്ട് ഗ്രാമം മുഴുവൻ മിണ്ടാതായി. വിഷ്ണുവിന്റെ അമ്മ കണ്ണീരോടെ പറഞ്ഞു, എന്റെ മകൻ കള്ളനല്ല, സത്യത്തിന്റെ മകനാണ്. ഗ്രാമം മുഴുവൻ കയ്യടി മുഴക്കി. കള്ളന്റെ മകനെന്ന് മുദ്ര പതിച്ച ബാലൻ ഇപ്പോൾ സത്യത്തിന്റെ കളക്ടറായി തന്റെ നാട്ടിൽ നിന്നു.